അവിടെ ആര് വന്ന് സപ്പോർട്ട് ചെയ്യുന്നു, ആര് എതിർക്കുന്നു എന്നൊക്കെ ഉള്ളത്. റസൂൽ പൂക്കുട്ടിയുടെയും സജനയുടെയും അവിഹിതവും റസൂൽ പൂക്കുട്ടിയും സജനയും കാണിച്ചു വെച്ചിരുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ. റസൂൽ പൂക്കുട്ടി സജനേനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്നതും റസൂൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ നിന്ന് ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസൂൽ പൂക്കുട്ടി സജനയുടെ കയ്യിൽ എന്താ കൊടുത്തു വിട്ടേ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. എല്ലാം പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയത് ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞു സജനയ്ക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസുണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവള് നിന്നത്. ഇനി അവള് ഗോൾഡ് കരിയർ ആയെന്ന് പറഞ്ഞാലും അവള് മറ്റതാണെന്ന് പറഞ്ഞാലും അവള് മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂല് വന്നിരുന്നു, ഇവളും അതിന്റെ പാർട്ടാണ്, ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട്. സജന അതിന്റെ പ്രൂഫ് ഉണ്ട്. സജന അവിടെ നിന്ന് അയക്കണ വോയിസ് മെസ്സേജ്, മോളെ പേടിയാവണം മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫുണ്ട്. സജന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫുണ്ട്. ഇന്ന് കമ്മീഷൻ ഓഫീസിലെ എല്ലാ സാധനങ്ങളാണ് വെച്ചത് ഞാന്, മനസ്സിലായോ? കൊണ്ടുവന്ന റസൂൽ പൂക്കുട്ടിയും സജന നൂറും കൂടെ ഒരുമിച്ച് പോയി ഫിറോസ് ഖാനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. സജന നൂർ ഒറ്റയ്ക്ക് പോയിട്ട് ദിയാസന, ആൻമരിയ, വീണ നായർക്കെതിരെ കേസ് കൊടുക്കുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, സജന നൂർ ബിഗ് ബോസിലുള്ള പോലെ അത് ഭയങ്കര എവിഡന്റ് ആണ്. പിന്നെ കുറച്ച് സുഹൃത്തുക്കളോട് പറയട്ടെ, എന്തോന്ന് നിങ്ങളെ കുറച്ച് ആളുകൾ പറഞ്ഞു നമ്മള് ഈ ഫ്രണ്ട്ഷിപ്പിലിരുന്ന സമയത്ത് നല്ലതായിട്ടിരുന്നിട്ട് പുറത്ത് വന്ന് വിളിച്ചു കൊന്നു. ഈ പുറത്ത് വന്ന അനാവശ്യമായിട്ട് ഇല്ലാത്ത ഒരു സിന്തറ്റിക് ലഹരിയുടെ പേര് പറഞ്ഞ് എന്നെ ആക്രമിച്ചത് ആ സ്ത്രീ. അതിനുശേഷം ഈ സ്ത്രീക്കെതിരെ ഇട്ട 2 വീഡിയോകൾ ഞാൻ അതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഈ സ്ത്രീ വന്നിരുന്ന ഒരു പോക്സോ അലിഗേഷനെ പറ്റിയിട്ട് സംസാരിച്ചു. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണേ, ഫിറോസ് ഖാനെതിരെയുള്ള വലിയൊരു പ്രൂഫായിട്ടാണ് ഈ സ്ത്രീ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഫിറോസ് ഖാൻ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ. പക്ഷേ ഈ സ്ത്രീ ഷഫീന ബീവിക്ക് ആ മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഒരു ഓഡിയോ ഇട്ട് കൊടുത്തു. ആ ഓഡിയോ ഒരു എളുപ്പമില്ലാതെ ആ നാറി പബ്ലിഷ് ചെയ്തു. ഷഫീന ബീവി ഒന്ന് ആലോചിക്കണം, മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പേര് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്, പബ്ലിഷ് ചെയ്തു. BNS ആക്ട് പ്രകാരം വലിയ ശിക്ഷയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി നമ്മളടുത്ത് വന്ന ഒരു പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാക്കണം, ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു കേസ് നമുക്ക് റിപ്പോർട്ട് ആയിട്ടുണ്ടെന്നുള്ളത്. അത് ചെയ്തിട്ടില്ല. അവള് ഫിറോസ് ഖാനെ കൊടുക്കാനുള്ള ആയുധമായിട്ട് ആ കുട്ടിയെ വെക്കുന്നു. ആ വോയിസിനകത്ത് തന്നെ അറിയാം ഇവൾ ആ കുട്ടിയെ പ്രഷർ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് മോള് പറ ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വിടുവേ, ചേച്ചി തകർത്ത് കളയും. അതായത് ചേച്ചി ചെയ്യുന്നത് ഇപ്പോഴും ഇവള് പല ആളുകളെയും വിളിച്ചിട്ട് എനിക്കത് ചെയ്തത് ഇവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പേരുകൾ പറയാത്തെന്താണെന്നറിയാവോ? അവരൊക്കെ അടുത്ത് നാളെ പീഡിപ്പിച്ച് അവരെന്നെ കയറി പിടിച്ച് എന്നെ ഇത് ചെയ്ത് അങ്ങനെ പറയാൻ മടിക്കാത്തൊരു നാറിയാണ് ഇവള്. മനസ്സിലായ? നാറിയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ചാല് അത് വലിയ രീതിയിലുള്ള വിഷയമായി പോകും. മനസ്സിലായി? ഇവളുടെ മക്കൾ ഇവളുടെ അടുത്ത് സുരക്ഷിതരേ അല്ല. ശരിക്കും ഈ ഫ്രോഡിന്റെ അടുത്ത് ഈ മക്കൾ സുരക്ഷിതരല്ല. ഇടും, അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഇടും. എനിക്ക് പേഴ്സണലി വന്നാൽ മതി. ഞാൻ ഇത് ഈ ലൈവ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനമാണോ ഞാൻ വരും. പക്ഷെ ഞാൻ ഈ വിഷയത്തിന്മേൽ ഇനി സംസാരം നടത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ലൈവ് വരുമെന്ന് പറഞ്ഞത്. ഇന്നെപ്പോലുള്ള കൂതറകൾ കിടന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കിടന്ന് കുത്തി മറ്റേ ആളുകളെ മറ്റേന്താ ട്രിഗർ ആക്കുന്ന സംഭവമില്ല, അതിനെയാണ് കാട്ടവരാതം എന്ന് പറയുന്നത്. അജിത് ഷൈൻ ടോം ഒന്നുമല്ല അച്ചായൻ ഷൈൻ എന്ന് പറയുന്ന ഒരാളാണ് അച്ചായൻ. അയാളും അവളും കൂടി ചെയ്ത അപരാധം. അവൾ ഇതുവരയ്ക്കും അച്ചായന്റെ കയ്യിൽ നിന്നുള്ള ഓഡിയോ പോയോ ഇല്ലേ അന്ന് അവൾ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അവരെന്ത് ചെയ്തെന്നറിയാവോ? നൈസായിട്ട് ഈ പറഞ്ഞ ഷാലു എന്ന് പറഞ്ഞവളെ ഒരിക്കൽ എന്തോ പ്രശ്നം എന്തോ ആയ സമയത്ത് സജന നൂർ വെടിയെന്നെന്തോ വിളിച്ചു പോലും. അതിന്റെ പ്രശ്നം ഇവക്ക് തലയിലുണ്ടെന്ന് ഇവള് പല ആളുകളടുത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഷാലു ശരിക്കും എനിക്ക് ഷാലുവിന്റെ അടുത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, മുമ്പ് ഒരുത്തൻ വന്ന് എന്നെ ഇൻബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കാൻ നോക്കി, എൻ്റെ അടുത്ത് അലമ്പാൻ നോക്കിയപ്പോൾ ഞാൻ നല്ല കാട്ടവരാതെ തെറി വിളിച്ചു. എല്ലാ യൂട്യൂബിനകത്ത് ഓടിക്കൊണ്ട് കിടപ്പുണ്ട് അത്. ആ ഇന്റർവ്യൂ ചെയ്തത് ഇവളാണ്. അന്നേ ഇവള്
നല്ല സൂപ്പറായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഇവളെ മിണ്ടിയിട്ടില്ല. പലവട്ടം സജിന തന്നെ വന്ന് എടി അവള് പാവോ, അവളോട് സംസാരിക്കൊന്നും മിണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വല്ല മൈൻഡ് കൊടുത്തിട്ടില്ല. ഞാൻ ഇന്ന് വരെ ഇവളുടെ ഈ അച്ചായൻ്റെ അടുത്ത് പോലും സംസാരിക്കുമ്പോഴും ഞാൻ അവളോട് സംസാരിക്കുന്നില്ല. കാരണം ഇതിനൊക്കെ കളഞ്ഞു വിളിച്ച സാധനങ്ങളാണ്. പബ്ലിക്കിന്റെ ഇടയിലൊക്കെ ഇത് വന്നിട്ടുണ്ട് പല ആവശ്യം. പക്ഷെ ഞാൻ ഇതിനെ എടുത്തിട്ടില്ല ഈ സാധനം ഈ നിമിഷം വരെ. അപ്പൊ ഇവൾ അങ്ങനെ വിളിച്ചത് കൊണ്ടിട്ട് ഉള്ള ഒരു പ്രശ്നം ഇവൾക്കുണ്ട് സജിനയുടെ അടുത്ത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ട് സജിനയ്ക്ക് കൊടുത്ത നല്ല 8-16 പണിയാൻ തോന്നുന്നു ആ ഇന്റർവ്യൂവിൽ പിടിച്ചിരുത്തിയിട്ട് ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ അങ്ങ് കേട്ടത്. അതാണെങ്കിൽ അവരുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഒരാളുടെ അടുത്ത് പറയാ ദിയാസനയ്ക്ക് പറയാനുള്ളതെല്ലാം വന്ന് ചാനലിലൂടെ പറയാം. കാരണം അണ്ണന് റീച്ചാണ് വേണ്ടത്. ഷൈൻ അണ്ണന് മനസ്സിലായില്ലേ? ഷൈൻ അണ്ണന് റീച്ചാണ് വേണ്ടത്. ഷൈൻ അണ്ണൻ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നിട്ട് ഈ പറഞ്ഞ അൻവറിന് ആൻമരിയുടെ വീട്ടിന്റെ താഴത്തെ അഡ്രസ് ഉൾപ്പെടെ ആൻമരിയുടെ വീടിന്റെ താഴെ വണ്ടി കിടക്കണം എന്നൊക്കെ പറഞ്ഞ് ആ വണ്ടി എടുത്തോണ്ട് പോവാൻ കൂട്ടുനിന്നവനാണ് ഇവർ. നമ്മൾ എന്നിട്ടും പോലീസ് വിളിച്ച് സംസാരിച്ച സമയത്ത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അയാൾക്കെതിരെ സജിനയും റസൂൽ പൂക്കുട്ടിയും പർപ്പസ്ഫുള്ളി കൊടുത്തിരിക്കുന്ന ഒരു കേസാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ദിവസം ആൻമരിക്ക് ഒരു കോൾ വന്ന സമയത്ത് അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. പക്ഷെ അതല്ല സത്യം. ഈ കള്ളനാറിയൊക്കെ ഇതിന്റെ ഇടയിൽ നിന്ന് വൻ കളിയാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റസൂൽ പൂക്കുട്ടിയോ സജിനയോ ഒന്നും വിശ്വസിക്കാതിരിക്കുക. ഇനി എവളൊക്കെ വിശ്വസിച്ചാൽ എന്ത്, എവളൊക്കെ വിശ്വസിപ്പിച്ചാൽ എന്ത്? എനിക്കൊരു തേങ്ങയില്ല. അവള് വിശ്വസിക്കാൻ വേണ്ട ഒരു തേങ്ങ വേണ്ട. ഇവൾ എന്തായാലും എനിക്ക് പ്രശ്നമായിട്ടുണ്ട്. അവള് ഇത്രയേ ഉള്ളൂ. അയാളും അവളും കൂടി ചെയ്ത അപരാധം അവസാനം അയാളെ ചെളിവാരി തേച്ചു. സ്വയം നാറ്റിച്ച സജിന. ഇല്ല, റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഗൈസ്. റസൂൽ പൂക്കുട്ടിയുടെ പല അവിഹിതങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഓട്ടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഈ സീരീസിനെ ഓട്ടിക്കും. ഈ സീരീസിൽ ആകെ ടെൻഷൻ ഉള്ള ഒരേ ഒരു പാർട്ട് ഷാദീത്ത. അയാളുടെ സ്വന്തമായിട്ടുള്ള ഒറിജിനൽ ഭാര്യ, അവരും അവരുടെ മക്കളും. പക്ഷെ പാർട്ടാക്കുന്നത് ഈ നാറിയാണ്. റസൂൽ പൂക്കുട്ടിയും ഈ പറഞ്ഞ സജിനാനൂറും. മനസ്സിലായില്ലേ? ഈ കാട്ടപരാധത്തിനെ ഒളിപ്പിച്ച് വെക്കാൻ മറ്റുള്ളവരെ നെഞ്ചത്ത് കയറി വന്ന് തടുത്ത ആള് മാറിപ്പോയി. ഫിറോസ് ഖാന്റെ നെഞ്ചത്തോട്ട് കയറി കൊടുത്താൽ മതി. ദിയാസനയുടെ നെഞ്ചത്ത് കയറണ്ട. ദിയാസനയ്ക്ക് ഒതുങ്ങാൻ സൗകര്യമില്ല. നീ ഒതുക്കത്തുമില്ല. നീ ഇനി മുക്കളിട്ടാ അത് നടക്കത്തില്ല. നീ നിന്റെ കേസ് കോംപ്രമൈസാ. വലിക്കണം കേസ് കോംപ്രമൈസ്. ഇല്ല, ഇവൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇവളുടെ മെന്റലി സ്ട്രിക്റ്റ് ആയിട്ട് ഇവൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഞാൻ ഫിറോസ് ഖാൻ വോയിസ് കൊടുത്തിട്ടില്ല. ഇവള് 10-13 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വോയിസ് റെക്കോർഡ് ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവൾ എനിക്കെതിരെ MDMA ആരോപണം നടത്തിയതിനു ശേഷം ഇന്റർവ്യൂവില് പബ്ലിഷ് ചെയ്ത വോയിസ് റെക്കോർഡ് ഞാനാണ് ചെയ്തിരിക്കുന്നത്. ആ അതോറിറ്റി എന്റേതാണ്. അതെ, അതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇരുന്ന സമയത്ത് ഇവളുടെ നമ്പർ എടുത്തതാണ്. ഞാൻ സ്റ്റോറി ഷെയർ ചെയ്തിരുന്ന ടൈമും വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫാണ്. സ്റ്റോറി ഷെയർ ചെയ്തിരുന്ന ടൈമും അവളുടെ ആ കോൾ വന്ന സമയം നോക്കുക. കാരണം ഞാൻ ആ ടൈമിൽ കമ്മീഷൻ ഓഫീസിലാണ്. സാറിന്റെ അടുത്ത് മുമ്പിൽ വെച്ചിട്ടാണ് ഇവളുടെ നമ്പർ നോക്കുന്നത്. അപ്പോഴത്തേക്ക് വീഡിയോ കോൾ ആയിപ്പോയി. കാരണം ഓൾറെഡി ബ്ലോക്ക്ഡ് ആയിരുന്നതിന് ഞാൻ അൺബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് അത് എടുക്കുന്നുണ്ടായിരുന്നത്. ആ നമ്പർ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അത് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ വാട്സപ്പിനകത്ത് കയറിയാൽ അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചൊരു സാധനം. അതിന് അവള് തന്ന ബദല് കണ്ടില്ലായിരുന്നു. എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പോയതാണ്. അവൾ ഉടനെ എന്നെ വീഡിയോ കോൾ ആക്കുക. അതാണ് മറ്റേത് കോംപ്രമൈസിങ്. മനസ്സിലായില്ലേ? അതാണ് അവള് 2 ദിവസം മുമ്പേ മെസ്സേജ് അയച്ചത്. തട്ടിയും കലവും ആവുമ്പോ തട്ടിയും മുട്ടിയും തേങ്ങയുടെ അരി എന്നൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതൊക്കെ കണ്ടോക്കിയാൽ മതി. ഞാൻ ഒതുങ്ങും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ അവൾ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായ പ്രൂഫ് സബ്മിറ്റ് ചെയ്താണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളെ മുമ്പിലാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എനിക്കെതിരെ പരാതി കൊടുക്കണോ? ഏത് മനുഷ്യനും, നിങ്ങൾ എന്നെ വിമർശിക്കുന്ന എല്ലാ മനുഷ്യനും എന്നോട് ഞാൻ പറയുന്നതാണ്. ഇനി അത് BJP-കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ട് പോട്ടെ, എന്തോ ആയിക്കോട്ട് പോട്ടെ, നിങ്ങൾ എന്നെ ഇതാക്കിക്കോ, ക്രൂശിച്ചോ. പക്ഷെ നിങ്ങൾ ചലഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എനിക്കെതിരെ ഒരു കേസ് എടുപ്പിച്ച് അതിന്റെ അന്വേഷണം നടത്തി ആ കാര്യം ചെയ്യേ. അല്ലാതെ വേറെ ഇവിടെ ഒന്നും നടക്കൂല ഗൈസ്. ഇവിടെ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാൻ അവിടെ പോകുമ്പോ കിട്ടുന്ന സാധനങ്ങളൊന്നും അല്ല ഇതൊന്നും. സാധ്യത പറ്റിക്കൊണ്ടോ മനസ്സിലാക്കണം എല്ലാവരും. ലൂപ്പ് ലൈവ് ആണോ? നോ.